ആ പൂജ മൂപ്പരെ കൊല്ലലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കാണ് സഹോദരന്മാരെ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇങ്ങനത്തെ ഒരു പാരമ്പര്യമുണ്ടോ? ഉണ്ടോ? ഈ വൃത്തികെട്ട ആചാരമുണ്ടോ? ഈ നിലവിളക്ക് കത്തിച്ചുകൊണ്ടുള്ള, ഇത്തരത്തിലുള്ള ഖബറിനെ കെട്ടിപ്പൊക്കിക്കൊണ്ടുള്ള, അവിടെ ഉത്സവങ്ങൾ നടത്തിയിട്ടുള്ള, ആനയെ എഴുന്നള്ളിച്ചിട്ടുള്ള, ആളുകളുടെ പോക്കറ്റ് പിടുങ്ങുന്ന ഇത്തരം ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാമിലുണ്ടോ? ഇസ്ലാം സിമ്പിൾ അല്ലേ? ഒരു മരിച്ചാൽ എന്താ ചെലവ്? ഖബറുത്തണം, ഒരു കഫംപുടയും വാങ്ങണം, വേറെ നിലവള്ളേ. പക്ഷെ ഒരു ആൾക്ക് മരിച്ചാൽ 1,00,000 റുപ്യ ഉണ്ടായ പോരാ മൂപ്പരെ ചടങ്ങുകൾ തീർക്കണമെങ്കിൽ. 3, അതുപോലെ തന്നെ 40, അങ്ങനെ ഓരോ ദിവസങ്ങൾ. ഇതൊക്കെ ഏത് ഇസ്ലാമാണ്? അതുകൊണ്ട് കളങ്കമില്ലാത്ത ശരിയായ വിശ്വാസത്തിലേക്കും ശരിയായ ആചാരത്തിലേക്കും നമ്മൾ മടങ്ങിയാലേ സ്വർഗം കിട്ടുള്ളൂ. എന്തെങ്കിലും ചെയ്താൽ പോരാ, ഉള്ളത് ചെയ്യണം. ഉള്ളത് ചെയ്യണം. ഇസ്ലാമിൽ ഉള്ളത് ചെയ്യണം, ഇല്ലാത്ത അല്ല. എന്തിനാ നബി ഉമ്മത്ത് മുഹമ്മദിനെ ആട്ടി ഓടിക്കണ പരലോകത്തുനിന്ന്? ദൂരെ നിന്ന് കാണുമ്പോൾ അല്ലാഹുവേ എൻ്റെ ആളുകളാണ്, അവരെങ്ങോട്ട് വിടൂ, അവർക്ക് ഞാൻ ഹൗദുൽ കൗസറിൽ വെള്ളം കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അല്ലാഹു മറയിടും. എന്നിട്ട് പറയും, പ്രവാചകരെ താങ്കൾക്ക് അറിയില്ല, ഫഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക, താങ്കളുടെ കാലശേഷം എന്തൊക്കെയാണ് അവർ ദീനിൽ കടത്തിക്കൂട്ടിയതെന്ന് താങ്കൾക്ക് അറിയില്ല. 2 കാര്യമുണ്ട്. ഒന്ന്, വഫാത്തിന് ശേഷം നബി ഇവിടെ നടക്കണമെന്നും അറിയണില്ല, അതിനുള്ള തെളിവാണ് ഹദീസ്. 2, ദീനിലില്ലാത്ത കാര്യങ്ങൾ പുണ്യമല്ലേ എന്നും പറഞ്ഞ് ചെയ്തിട്ട് അവസാനം നബിന്റെ അടുത്ത് ചെല്ലുമ്പോ അല്ലേ, കൈപിടിക്കൂ കൈപിടിക്കൂ, കൈപിടിക്കല ആട്ടി ഓടിക്കും. എനിക്കു ശേഷം ഈ ദീനിനെ മാറ്റിമറിച്ചവരെ നിങ്ങൾക്ക് വിദൂരം. അപ്പോൾ ഈ ആഘോഷം ഇസ്ലാമാണോ? ഈ നോമ്പ് ഇസ്ലാമാണോ? ഈ ദിക്ർ ഇസ്ലാമിലുള്ളതാണോ? ഈ പിന്നെ നേർച്ചയും ഈ പൂരവും ഇസ്ലാമിലുള്ളതാണോ? ഖബറിൽ നടക്കുന്ന ഈ ആചാരങ്ങൾ ഇസ്ലാമിലുള്ളതാണോ? ആലോചിക്കണം. കുടിയിരിക്കുന്ന വേളയിലും കല്യാണ വേളയിലും യാത്ര പോകുന്ന വേളയിലും മരണവേളയിലും ഒക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇസ്ലാമിലുള്ളത് തന്നെയാണോ എന്ന് പരിശോധിച്ചിട്ട് ഉള്ളതേ ചെയ്യാവൂ, അതേ സ്വർഗത്തേക്ക് എത്തിക്കൊള്ളൂ. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടിയാൽ മാഷാ അള്ളാഹ് സൂപ്പറാണല്ലോ, ഞാൻ പറഞ്ഞയച്ച നബിനേക്കാളും സൂപ്പറായിട്ടുണ്ട്. കാരണം നബിക്ക് പരിചയമില്ലാത്ത പോലും ചെയ്തിട്ട് മാഷാ അല്ലാഹ്. അങ്ങനല്ല, റദ്ദുൻ. നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ ചെയ്താൽ അത് തള്ളും. എന്താ അങ്ങനെ? അതൊരു സുന്നത്താണ് അള്ളാന്റെ. അള്ളാഹ് നബിനെ പറഞ്ഞയച്ച എന്തിനാണ്? വിശ്വാസവും കർമ്മവും ആചാരവും കൃത്യമായിട്ട് പഠിപ്പിക്കാനാണ്. അതെല്ലാം പഠിപ്പിച്ചിട്ട് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞു, ദാ സ്വർഗത്തേക്ക് നിങ്ങൾ എത്തിക്കണം മുഴുവൻ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്താനുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിലില്ലാത്തത് കയറല്? അതാ ഇമാം മാലിക് റഹ്മഹുല്ലാ നബിയുടെ ഖബർ ചൂണ്ടിയിട്ട് പറഞ്ഞത്, ആരുടെ വാക്കിലും തള്ളാനുള്ളതുണ്ട് കൊള്ളാനുള്ളതുണ്ട്, ഇല്ലാ സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറാളിയുടേതൊഴികെ. നബി പറഞ്ഞതെല്ലാം സ്വീകരിക്കാനുള്ളതാണ്, അതിലൊന്നും ഒഴിവാക്കാനില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പഠിപ്പിച്ചത് എന്താണോ ദീന്, അത് മാത്രമാണ് ദീന്. മനസ്സിലായോ? മാത്രവുമല്ല, അള്ളാഹുവിന്റെ റസൂലിന് പരിചയമില്ലാത്ത നോമ്പ്, ദിക്ർ, സ്വലാത്ത്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന എന്താണ്? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. നബി ഖുർആനും ഹദീസും സ്വർഗ്ഗത്തുക്കളും ഒക്കെ പഠിപ്പിച്ചെന്നു എന്ന് പറഞ്ഞിട്ട് ഫുള്ള് പഠിപ്പിച്ചരാതെ നബി വഞ്ചന കാണിക്കുകയായിരുന്നു. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിക്കോ? ഈ പുത്തനാശയങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ വാദിക്കുന്നത് യഥാർത്ഥത്തിൽ അതാണ്. നബിക്കും സ്വഹാബത്തിനൊക്കെ അത്രല്ലേ പറ്റുള്ളൂ, നമ്മൾ കുറച്ചും കൂടെ ഉണ്ടാക്കുക. നബി സ്നേഹത്തിന്റെ പേരിലാണ് ഇതെല്ലാം. അതുകൊണ്ട് നബിയെ സ്നേഹിക്കൽ പുണ്യമാണ്. നബിയുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നതെല്ലാം പുണ്യമാണ്. അങ്ങനല്ല, നബിനെ സ്നേഹിക്കൽ പുണ്യമാണ്, പക്ഷെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കൂടെ ഇസ്ലാമിലുണ്ട്.
ഒരു കാര്യം വേണമെന്ന് പറയാൻ മാത്രമല്ല അതെങ്ങനെ ചെയ്യണമെന്നുമുണ്ട്. എന്റെ ദിക്ർ നിലനിർത്താൻ, എന്നെ സ്മരിക്കാൻ നീ നോമ്പ് നോറ്റോ. ഒരാൾക്ക് കള്ളുടിച്ചുമ്പോൾ അള്ളാഹിനെ ഓർമ്മ വരുന്നേ. അള്ളാഹുവേ, അള്ളാഹിനെ ഓർക്കുക എന്നുള്ളത് പുണ്യമാണ്. അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ലഹരി ഉപയോഗിക്കുമ്പോൾ ഞാൻ ആ ദൈവീകമായ ആത്മീയ ലോകത്തേക്ക് പലായനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പലായനം ചെയ്യണം. അങ്ങോട്ട് പോര് കേട്ടോ. നബി സ്നേഹമുള്ളതാ. പക്ഷെ എങ്ങനെ സ്നേഹിക്കണമെന്നത് ജീവൻ കൊടുത്ത്, സ്വത്ത് കൊടുത്ത്, കുടുംബത്തെ കൊടുത്ത് കാണിച്ചു തന്ന ഒരു സഹാബി പറ്റമുണ്ട്. മനസ്സിലാണ്ടല്ല? അതുപോലെ ചെയ്യണം. അപ്പൊ ദീനിലുള്ളത് ചെയ്യുക എന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മൾ ചെയ്യേണ്ടത്. ഒരു ബിദ്അത്തിൻ്റെയും കേന്ദ്രമാകരുത്. സങ്കടം തോന്നും. പടച്ചോനൊരു വീടൊക്കെ തന്നിട്ട് ആ വീട്ടിൽ ശിർക്കും, ആ വീട്ടിൽ ഖുറാഫാത്തും, ആ വീട്ടിൽ ബിദ്അത്തും, ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ എത്ര വലിയ ക്രൂരതയാണ് സഹോദരന്മാരെ ചെയ്യുന്നത്. ഇതൊക്കെ കുറ്റം പറയാണ്, അങ്ങോട്ട് കൂടെ തമ്മിത്തല്ലാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഒന്ന് പഠിക്കാൻ മനസ്സ് കാണിക്കാത്ത ആൾക്കാരുണ്ട്. ഇതൊന്ന് പഠിച്ചു നോക്കുക, ഒന്ന് പഠിച്ചു നോക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ട്രെയിനിൽ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമാണ്. അതെന്താണ്? ഒരാൾ ഡയറ്റിങ്ങിന് പറ്റിയ എന്തോ ഒരു മെറ്റീരിയൽസ്, കുറേ ഫുഡ്സും കുറേ സാധനങ്ങളൊക്കെ ഉള്ളൊരു കമ്പനിയെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റേ ആൾ കയ്യിൽ ഫോൺ വെച്ചിട്ട് ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്നുള്ള നോളജുകൾ വെച്ചിട്ട് അയാളങ്ങനെ വെട്ടുകയാണ്. അതിൽ ഇന്ന കണ്ടന്റ് കൂടുതലാണ്, അത് ഇന്ന ഡാമേജ് ഉണ്ടാക്കും. പിന്നീട് ചർച്ച കുറച്ചു നേരം നിൽക്കും, പിന്നെ ആൾ വീണ്ടും സെർച്ച് ചെയ്യും. എന്നിട്ട് അങ്ങനെ മറുപടികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ നിൽക്കണം. ഒരു ഭൗതിക കാര്യം എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട്, എത്ര ഡെപ്തായിട്ട്, എത്ര പിന്നെ ഗവേഷണം നടത്തിയിട്ടാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കണത്. ഇവിടെ ഫുട്ബോൾ വന്നാൽ, രാഷ്ട്രീയം വന്നാൽ എന്തുമാതിരി ചർച്ച നടക്കുന്നുണ്ട് ഇവിടെ. ദീനിന്റെ കാര്യം പറയുമ്പോൾ മാത്രം അത് പുത്തൻവാദികളാണ്, ആ ചർച്ചയൊന്നും പോണ്ട, അങ്ങനത്തെ ക്ലാസ്സിന് തന്നെ പോകാൻ പാടില്ല. എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം? നിങ്ങൾക്ക് ഒരു പേടി? ക്ലാസ് കേട്ടാൽ ആൾക്കാർ മാറുന്ന പേടിയുണ്ടോ? ഉണ്ടോ? ആൾക്കാർ പഠിച്ചാൽ മാറുന്ന പേടിയുണ്ടോ? ആളുകൾ മലയാളത്തിൽ ഖുതുബ പറയുന്ന മിമ്പറിന് താഴെ പോയിരുന്നാൽ ഖുതുബ തന്നെ ശരിയാകൂല, ജുമഅയും കിട്ടൂല എന്നാണ് പേരോട് പ്രസംഗിച്ചത്. കാരണം എന്താ അറിയോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ശിങ്കിടികളെ ഏതെങ്കിലും ഒരു മലയാള ഖുതുബ നടക്കുന്ന പള്ളിയിൽ പോയിരുന്നിട്ട് ഒരു ഖുതുബ കേട്ടാൽ പിന്നെ മൂപ്പർ അങ്ങോട്ടേ പോവുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകാതിരിക്കാനുള്ള എല്ലാ വർത്താനം പറയണം. അവർ ബിദ്അകളാണ്, അവരെ കണ്ട സലാം പറയാൻ പാടില്ല, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അവർ പിന്നെ ഇമാമ് നിൽക്കാൻ പാടില്ല, അവരെ കാണുമ്പോ ഇങ്ങനെ അവർ തൊടാൻ പാടില്ലാത്ത ഒരു നജസായിട്ട് കാണുന്ന കോലത്തില്. എന്താ? അടുത്തു പോയാ കച്ചവടം കുറയുമെന്നറിയാം. അതുകൊണ്ട് പറയാനുള്ള എന്താ നിങ്ങള് ഇവിടുന്ന് ഗൾഫിലൊക്കെ പോകുന്ന ചില ആൾക്കാർ പ്രവാസ ലോകത്ത് ഒരു ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ പോയി മുന്നോട്ട് പോകണ ഇടക്ക് തട്ടിത്തടഞ്ഞിട്ട് അവിടെ ഇസ്ലാഹി സെന്ററിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ക്ലാസ്സുകൾ കേൾക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുക, അത് ശരി, ഇപ്പം നമ്മള് മൊയ്ലന്മാർ ഇതുവരെ ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് സംസാരിച്ചിനി അല്ലേ? ഖുർആനിലും സുന്നത്തിലും ഇത് തെളിവില്ലല്ലേ? ഈ നോമ്പിന്, ഈ മിഅറാജ് നോമ്പ് അല്ലാഹുവിന്റെ റസൂൽ നോറ്റിട്ടില്ലല്ലേ? അവർ അപ്പോഴാ മനസ്സിലാക്കുന്നത്. അതെന്താ എനിക്ക്? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വഹൈ എന്താണോ അത് പഠിക്കണം. ഒരാളെ വാക്കും നോക്കണ്ട. അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞത് മാത്രമേ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. ഓരോരുത്തർക്ക് തോന്നുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണീന് ഇതാണ് ദീന് എന്ന് പറയാൻ നമുക്കാവില്ല. പ്രമാണമാണ് ദീന്, ഖുർആനും സുന്നത്തുമാണ് ദീന്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിനെ ശരിക്കും പ്രാക്ടീസ് ചെയ്ത സ്വഹാബത്ത്, അവരിലാണ് ദീനുള്ളത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശിർക്കിൽ നിന്ന് മുക്തമാക്കുക, അന്ധവിശ്വാസത്തിൽ നിന്ന് മുക്തമാക്കുക. ശരിക്കും നമ്മുടെ ഈമാനോട് ഉറപ്പിക്കുക. അല്ലാഹ് ഉണ്ട് നമുക്ക് എല്ലാറ്റിനും, എന്ത് വന്നാലും വേണ്ടില്ല, പടച്ചോണ്ട്. ആ ഒരു ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുക. ആ ധൈര്യം നമ്മുടെ മക്കൾക്കും പകരുക. അല്ലാഹുവിന്റെ റസൂൽ പരിചയമില്ലാത്ത എല്ലാ ആഘോഷങ്ങളും ആചാരങ്ങളും ആരാധന മാറ്റിവെച്ചിട്ട് ഉള്ളത് ചെയ്യുക. അങ്ങനെ ഒന്നുണ്ട് കേട്ടോ. ഏത് ബിദ്അത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കും, പക്ഷെ സുന്നത്ത് പാലിക്കൂല. ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ലാത്തത് ഒഴിവാക്കിയാൽ മാത്രം പോരാ, ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. വീട് ഖിബിലയാക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വീട്ടിൽ നിസ്കാരം വേണം, ഖുർആൻ പാരായണം വേണം, ദിക്റുകൾ വേണം, നല്ല നല്ല ക്ലാസ്സുകൾ, ഖിറാഅത്തുകൾ,
വീട്ടിൽ നിന്ന് മുഴങ്ങി കേൾക്കണം, നല്ല വീട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ. ആൾക്കാർ ഒരു സമാധാനമല്ല, സ്വസ്ഥതയല്ല, വീടായ ഒരു സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. ഒരു സമാധാനമില്ല എന്ന് പറയും. എന്താ സമാധാനം ഇല്ലാത്ത? അവിടെ ദിക്റില്ല. ബിസ്മി ചൊല്ലി കയറണം, എന്നാലേ ശൈത്താൻ ഔട്ടാവുള്ളൂ. ബിസ്മി ചൊല്ലി കയറൂല. വീട്ടുകാരോട് സലാം പറയണം, നാട്ടുകാരോടൊക്കെ സലാം പറയും, വീട്ടുകാരോട് സലാം പറയില്ല അല്ലേ? ഖുർആൻ ഓതുന്നില്ല, എല്ലാവരും ഫോണിലാ. പണിയൊക്കെ കഴിഞ്ഞ് കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് എന്താ പണി? ഫോൺ എടുക്കുക, റീൽസ് നോക്കുക, ഷോർട്സ് നോക്കുക, സ്റ്റാറ്റസ് നോക്കുക. കുട്ടികൾ ഫോൺ എടുത്താൽ പാടില്ല, മെമ്മറി ലോസ്, കണ്ണിന് പ്രശ്നം അല്ലേ? ഒരുപാട് എന്തൊക്കെ നിയമങ്ങളാണ് ഒക്കെ പഠിച്ചു പാപ്പാ. എന്നാ ഞമ്മളോ എല്ലാവർക്കും ഇതന്നെ പരിപാടി. മൂപ്പര് ഫുൾ ടൈം ഫോണിലാണ്. മൂപ്പരോട് പറയും ബിസിനസ്. എന്നാ പൈസ വയ്ക്കുമ്പോഴോ പൈസ അല്ല അറിയാം. ഫോണിൽ നോക്കുമ്പോൾ ഫുൾ ടൈം ബിസിനസ്. എന്നാ പൈസ വയ്ക്കുമ്പോൾ ഇത് പൈസയില്ല അല്ലേ? ഓളോട് ചോദിക്കുമ്പോൾ ഓളെന്താ പറയാ? ഞാൻ ക്ലാസ് ഉണ്ട്, പഠിക്കാണ്ട്, അതുണ്ട്, ഇതുണ്ട് അല്ലേ? എന്നാ അവരുടെ കാര്യങ്ങളോ, കുട്ടികളുടെ കാര്യം നോക്കുകയാണ്, പഠിക്കാനുള്ളത് നോക്കുകയാണ് എന്നൊക്കെ പറയും. അത് നടക്കണ്ടോ? ഓ ഇല്ല. അപ്പൊ എന്താ നോക്കണേ? ഒരു യൂസും ഇല്ലാത്ത സാധനങ്ങളാണ് നോക്കണേ. ആരൊക്കെയോ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിടുന്ന സാധനങ്ങളാണ് നോക്കണേ. ഇന്നലെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോരുമ്പോൾ ആ വീട്ടിലത്തെ കുട്ടിയല്ല, ആ റിലേറ്റീവാണ്, ഓൻ ഗെയിം കളിക്കാം. അപ്പം ഞാൻ ചോദിച്ചു എന്തെനിക്ക് പണി ചോദിച്ചു? ഗെയിം കളിക്കാനാണ്. എന്ത് ഗെയിമാണ് കളിക്കണേ? വെടിച്ച് കളിക്കണം. വെടിച്ച് കളിച്ചാൽ എനിക്ക് എന്താ കിട്ടുക ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ എന്താ കിട്ടുക? എനിക്കൊരു കളിക്കണൊരു ഇതിട്ടും എന്താ പറയുക, അല്ല ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് സന്തോഷം കിട്ടുന്ന എത്ര ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടി നിന്റെ ഈ സമയം നിനക്ക് ഇൻവെസ്റ്റ് ചെയ്തൂടെ? ടൈം എന്ന് പറഞ്ഞാൽ പണത്തെക്കാളും വാല്യബിൾ ആണ്. എന്നിട്ട് ഈ കണ്ണ് കണ്ട ഗെയിമും കളിച്ചിരുന്നിട്ട് എന്ത് യൂസാണുള്ളത്? എന്തുപകാരമുള്ളത്? കുറെ ആൾക്കാർ വെടിവെച്ച് കൊന്നിട്ട് എന്തുപകാരമുള്ളത്? കുറെ ആൾക്കാർ കളിച്ചത് റെക്കോർഡ് ചെയ്തിട്ട് അവർ യൂട്യൂബിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ചില കുട്ടികൾക്ക് പണി അത് കണ്ടിരിക്കല. അത് കണ്ടിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ ഒരു യൂസും ഇല്ലാത്ത സാധനത്തിനാണ് ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കൊന്നും ഓർമ്മയില്ലല്ലോ അല്ലേ? എല്ലാവരും എന്തോ ഒരു അങ്കലാപ്പിലാണ്, ഒക്കെ ടെൻഷനാണ്, ആ കൂടെ പെരുപ്പാണ്. ഫുൾ ടൈം ഇതിമലല്ലേ? കണ്ണ് പ്രശ്നമാണ് അല്ലേ? പഠനം പ്രശ്നമാണ്. പിന്നെ ഫോക്കസ് കിട്ടണില്ല, അറ്റൻഷൻ സ്പാന് കുറയാണ്. കുറച്ചു നേരം 40 മിനിറ്റ് പീരീഡ് ക്ലാസ്സിൽ അറ്റൻഷൻ കിട്ടുന്നില്ല, ചടപ്പാകുക, മടുപ്പാകുക, പഠനം നിർത്താൻ തോന്നുക. എന്നിട്ടോ റൂം അടച്ചിരുന്ന് ഫോൺ ഇങ്ങനെ തോണ്ടിരിക്കുക. സുഹൃത്തുക്കളെ, വീട്ടിൽ സിനിമയല്ല, റീൽസ് അല്ല, ഷോർട്സ് അല്ല, മ്യൂസിക് അല്ല, ഖുർആൻ മുഴങ്ങി കേൾക്കട്ടെ, ഖുർആൻ ഓതട്ടെ. മാരിബായ എമ്മയും ബാപ്പിയും ഖുർആൻ ഓതി നോക്കിയാണ് മക്കൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തൊന്ന് ഓതും. അതിൻ്റെ ഒരു അലൈൻമെന്റ് ആണ്. ദേ വിൽ ഫോളോ യു, ദേ വിൽ ഇമിറ്റേറ്റ് യു. നമ്മൾ എന്താണോ ചെയ്യുക അതുപോലെ അവർ ചെയ്യും. നമ്മൾ പഠിക്കുന്നെങ്കിൽ അവർ പഠിക്കും, നമ്മൾ ഓതുന്നെങ്കിൽ അവർ ഓതും, നമ്മൾ നിസ്കരിക്കണമെങ്കിൽ അവർ നിസ്കരിക്കും, നമ്മൾ നല്ല ചേർക്ക് സംസാരിക്കുന്നെങ്കിൽ അവർ നല്ല രീതിക്ക് അവർ സംസാരിക്കും, നമ്മൾ സത്യം പറയുന്നെങ്കിൽ അവർ സത്യം പറയും, നമ്മൾ വിശുദ്ധി കാക്കുന്നെങ്കിൽ അവർ വിശുദ്ധി കാക്കും. അതങ്ങനെ ഒരു അലൈൻമെന്റ് ആണ്. പഠിച്ചോ, അങ്ങനെ ഒരു അലൈൻമെന്റ് വെച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടോ? അതുകൊണ്ട് വീടുകളിൽ ആരാധന നടക്കട്ടെ അല്ലേ? നല്ല നല്ല ശ്രവണങ്ങൾ നടക്കട്ടെ. ഞാനിപ്പോൾ എല്ലാവരോടും പറയണം, നിങ്ങൾ സുബഹിന് എണീറ്റിട്ട് അടുക്കളയിൽ ആദ്യത്തെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് പിന്നുള്ള പണി എന്താ? ചായ ഇടുക അല്ലേ? ചായ ഇടുന്നതിന് മുമ്പ് ചെയ്യേണ്ടതെന്താ അറിയോ? പീസ് റേഡിയോ ഓൺ ചെയ്തിട്ട് ആ വിൻഡോയിൽ അവിടെ വെക്കുക. നല്ല സമാധാനം ഉണ്ടാവും. ചെയ്ത് നോക്കണ്ടേ? രാവിലെ 2 മണിക്കൂർ ലൈവാണ്, മോർണിംഗ് ലൈവ്. ആ ലൈവിന്റെ കൂടെ നമ്മളെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവും. സുബഹി നിസ്കരിച്ച് ദിക്റും ചൊല്ലി പ്രാർത്ഥിച്ച് സ്ത്രീകൾ അടുക്കളയിലെ ജോലിയിലേക്ക് പോകുമ്പോൾ ഇതൾ പ്ലേ ചെയ്ത് വെച്ചിട്ട് പണിയൻ തീർത്താൽ ഭയങ്കര സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്തായിക്കാരം ഈ പണി ഇങ്ങനെ ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കിയിട്ട് തല പെരുത്തിട്ട് ഭ്രാന്താവും അല്ലേ? അവരെക്കുറിച്ച്, ഇവരെക്കുറിച്ച്, അയൽവാസികളെ കുറിച്ച്, പിന്നെ അമ്മാവനെ കുറിച്ച്, അമ്മോശനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെക്കുറിച്ച് ആലോചിച്ചിട്ട് തല പെരുത്തു. എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ. 10,000 തോട്ട്സിലൂടെ ഡെയിലി നമ്മളെ മൈൻഡ് കടന്നു പോകുന്നുണ്ട്. 60,000 ഒറ്റ കണക്കുണ്ട്, മറന്നുപോയി. അത് ഫുള്ള് പോസിറ്റീവ് ഒന്നല്ല, ഓൾമോസ്റ്റ് നെഗറ്റീവാ.
പോസിറ്റീവ് ആണെങ്കിൽ എന്ത് വേണം അറിയോ? നല്ലത് കേൾക്കണം, നല്ലത് കേട്ട് വളരട്ടെ നമ്മുടെ മക്കൾ. അപ്പൊ പറഞ്ഞെന്താ നിങ്ങൾ, ആരാധനകൾ ഉള്ളതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇസ്ലാമിക വേഷം എന്ന് പറയേണ്ട ആവശ്യമില്ല, അക്കോലത്തിൽ അയക്കണ് അല്ലേ? പ്രത്യേകിച്ച് പുരുഷന്മാരും സ്ത്രീകളും എല്ലാവർക്കും ഒരേ ഡ്രസ്സാ, എല്ലാവർക്കും ബാഗി ജീൻസ്, ഒരേ കോലത്തിലെ ടീഷർട്ട്, ഒരേ ചപ്പല്, ഒരേ ബാഗ്. ആ ഒരവസ്ഥ മാറിയിട്ട് ഇസ്ലാമിന്റെ ഇസ്സത്തുള്ള വേഷം ധരിക്കണം. നിര്യാണിക്ക് മീതെ പേന്റ് ധരിക്കണം. ഇസ്ലാം ഓരോ രംഗത്തുമുള്ള അദബുകൾ പാലിക്കണം. ഔറത്ത് വെളിവാക്കിയിട്ട് പുറത്തു പോകുമ്പോൾ എനിക്കെന്തോ ഒരു വൈബ് ലഭിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നിന്റെ മനസ്സിനാണ് പ്രശ്നം, നിന്റെ മനസ്സിനാണ് പ്രശ്നം. അള്ളാഹു മറക്കാൻ പറഞ്ഞാൽ അതിലാണ് ഖൈർ. ഐ ആം എ മുസ്ലിം, ഐ ഷുഡ് ഫോളോ ഇസ്ലാം. അത് അഭിമാനത്തോടെ പറയാൻ പറ്റണം, അഭിമാനത്തോടെ പറയാൻ പറ്റണം. ഇന്നത്തെ ജനറേഷനൊക്കെ ഇതാ ധരിക്കുന്നത്, ആയിക്കോട്ടെ, പക്ഷെ ഞാനൊരു മുസ്ലിമാണ്. എൻ്റെ വസ്ത്രം, എൻ്റെ നോട്ടം, എൻ്റെ കേൾവി, എൻ്റെ സാമ്പത്തിക സ്വരൂപണം, ഇതൊന്നും ഞാൻ തീരുമാനിച്ച പോലെയല്ല, പടച്ച റബ്ബ് എനിക്ക് അനുവദിച്ചതേ പറ്റൂ. അതെല്ലായിടത്തും ഇസ്ലാമിനെ പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അങ്ങനെ കുടുംബസമേതം അങ്ങനെ ഇസ്ലാമിൻ്റെ ചിട്ടവട്ടങ്ങളും ഇസ്ലാമിൻ്റെ ആദാബുകളും പാലിച്ചു പോവുകയാണെങ്കിൽ എന്ത് മനോഹരമായിരിക്കും നിങ്ങൾ. ഇസ്ലാം നല്ല നിലക്ക് പെരുമാറണം എന്നാണ് പറയുന്നത്. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീക്കും. ഭാര്യ ഭർത്താവിനോട് ഏറ്റവും സൗമ്യമായി, ഭർത്താവ് ഭാര്യയോട് ഏറ്റവും നല്ല സ്നേഹത്തോടെ. എന്തൊരു ഹാപ്പിനെസ് ലൈഫാണ് നിങ്ങൾക്ക്. ആകെ കുറച്ചു കാലം നമ്മൾ ഒരുമിച്ച് ജീവിക്കുള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് കീറി അകന്ന് താമസിച്ച് കലഹിച്ച് വക്കാണം കൂടി ഈ ആയുഷ്കാലം പാഴാക്കിയിട്ട് ഏതെങ്കിലും ഒരുത്തൻ മരിക്കുമ്പോൾ കണ്ണും നിറച്ചിങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? അതിന് അവിടെ ഇസ്ലാമുണ്ട്. ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണം എന്ന് ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമിനെ ഫോളോ ചെയ്താൽ മതി. രണ്ടുപേരും ദീനുള്ളവരായിരിക്കണം. പടച്ചോനോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത ഐനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കൺകുളിർമ നൽകണേ, പ്രാർത്ഥിക്കണം. മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. സ്നേഹമുണ്ട് പറഞ്ഞ പോരാ, വാക്കുകളിലൂടെ, മെസ്സേജുകളിലൂടെ, സന്ദേശങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ ആ സ്നേഹം പ്രകടമാക്കണം. റസൂലിന് ആയിഷന് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട് എന്ന് പറയുക മാത്രമല്ല ചെയ്ത്, നബി അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ദേഷ്യം പിടിച്ചപ്പോൾ പോലും ആയിഷ ബീവിയെ കരണത്തടിച്ചില്ല. കയ്യിലെ പാത്രം തള്ളിയിട്ട് പൊട്ടി, മുട്ടുകുത്തിയിരുന്ന് പെറുക്കിയിട്ട് റസൂൽ പറഞ്ഞു, ഉമ്മ ഇന്ന് അല്പം ക്ഷുഭിതയാണല്ലോ, ഉമ്മ ഇന്ന് അല്പം ദേഷ്യത്തിലാണല്ലോ എന്നാ റസൂൽ പറഞ്ഞത്. തിരിഞ്ഞെന്ന് കരണക്കുട്ടി അടിച്ചു പൊട്ടിക്കണിന് പകരം പ്രവാചകൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ആയിഷയാണ്. ഇഷ്ടമില്ലാത്ത കാണുമ്പോഴും കാണണത്, ഇഷ്ടമുള്ളത് കാണുമ്പോൾ ഇത് കാണണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, ആദരിക്കാൻ. ഇന്നിപ്പോ എന്താ പറയുക നിങ്ങൾക്ക്? ഇന്നിപ്പോ നിങ്ങൾ യൂട്യൂബ് വീഡിയോകളുടെ കമന്റ് ബോക്സ് നോക്കി നോക്കണ്ടേ? നമ്മളെ പെണ്ണുങ്ങളൊക്കെ കമന്റ് അടിച്ചിട്ടുണ്ടാവും, എനിക്കൊരു സമാധാനമില്ല, മൂപ്പരെന്നെ സ്നേഹിക്കണില്ല, മൂപ്പരിൻ്റെ ഫീലിംഗ് മനസ്സിലാക്കുന്നില്ല, മൂപ്പര് എനിക്ക് സമയം തരുന്നില്ല. ഏത് ഐഡിയയിലാണ് കയറിയെന്ന് ചോദിച്ചോണ്ടി അവളോട്. നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല പെർഫെക്റ്റ് മാപ്പിളയാണ്, നമുക്ക് തോന്നിയാൽ പോരാ കേട്ടോ. അപ്പുറത്തുള്ള ആൾ പറയണം നിങ്ങൾ പെർഫെക്റ്റ് ആണ്, മാഷാ അല്ലാ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്, നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റിയാൽ ഖൈർ, നിങ്ങൾ ഏറ്റവും നല്ലൊരു പെർഫെക്റ്റ് പാർട്ട്ണറാണ്. അതേപോലെ തന്നെ സഹോദരിമാരെ, നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് എന്തിൻ്റെ കുറവാണ്? ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന, നമുക്ക് വേണ്ട ഭക്ഷണം തരുന്ന, നമുക്ക് മക്കൾക്കും വേണ്ടി ഒരു വീടുണ്ടാക്കിയിട്ട് അവരെ പരിചരിക്കാൻ വേണ്ടി രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കേണ്ടതിന് പകരം, പെണ്ണേ നീ അടിമയാണ്, ഭർത്താവിൻ്റെ കീഴിൽ നീ ദാസ്യവേല ചെയ്യാണ്, നീ അടുക്കളയിൽ തന്നെ കെട്ടിക്കിടക്കല്ലേ. അടുക്കളയിൽ എൻ്റെ മറ്റേ ആൾ കൊണ്ടുവന്നു തരുമോ? ഈ വീട്ടിലുള്ള ആൾക്കാർക്ക് തിന്നാൻ ഈ കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ കൊണ്ടുവന്നു തരുമോ? നമുക്ക് നമ്മുടെ മക്കൾക്ക് തിന്നാനുള്ളത് ജോലിയെടുത്ത് സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്ന ഭർത്താവ് വീട്ടുകാരുടെ അടിമയാണെന്ന് ആരും പറയണില്ലല്ലോ.
എന്റെ പെണ്ണിനെ പബ്ലിക്കിലേക്ക് ഇറക്കാൻ ഇവർക്കൊരു ആർത്തി, എന്റെ പെണ്ണിനെ കൊണ്ട് നിക്കറഴിപ്പിക്കാൻ ഇവർക്ക് വലിയ ആർത്തി, എന്റെ പെണ്ണിനെ കൊണ്ട് ഡ്രസ് അയപ്പിക്കാൻ അവർക്ക് ഇത്ര ആർത്തി. ആ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളെ ദീനില്ലാത്തവരാക്കി മാറ്റാനും ഒരു സമുദായത്തെ മൊത്തം നാശത്തിലേക്ക് നയിക്കാനും പിശാചിന്റെ അജണ്ടയുമായി ഇറങ്ങിപ്പുറപ്പെട്ടവര് അവരാണോ നമ്മളെ നയിക്കേണ്ടത്? അഭിമാനത്തോടു കൂടെ പറയാൻ സാധിക്കണം, എൻ്റെ ഭർത്താവിന് കീഴിൽ എനിക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി നോക്കണം സഹോദരന്മാരെ കേട്ടോ. ഇതൊന്നും ഇല്ലാത്തവരോടൊന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. ചില മക്കളുള്ള പാരൻസ് പറയും മക്കളെ കൊണ്ട് കുടുങ്ങിക്കണെന്ന്. ഇങ്ങനെ കൊടുത്താളിയായിരിക്കെങ്കിലും വേണ്ടെങ്കിൽ കേട്ടോ. കഷ്ടപ്പെടുന്ന മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരിക്കൽ കൊടുത്താളി, അവർ നോക്കിക്കോളും. 10ഉം 20ഉം കൊല്ലമായിട്ട് മക്കളില്ലാതെ കഷ്ടപ്പെട്ട് അതിന് മെഡിസിൻ എടുത്ത് ജീവിക്കുന്ന ആൾക്കാരോട് പോയി ചോദിച്ചു നോക്കി, അപ്പോഴേ അറിയുള്ളൂ ഇതിൻ്റെയൊക്കെ വില കേട്ടോ. ഭാര്യ ഒന്ന് പിണങ്ങിപ്പോയിട്ട് ഇനി ഞങ്ങളൊപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മുറിച്ചിട്ടാണ് പോയി നോക്കണം, അപ്പോഴേ ഓളെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കലയിച്ച് ജീവിക്കേണ്ട അല്ലത്. അടുത്തറിഞ്ഞ് രണ്ട് മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർ കേട്ടോ. അപ്പം ഞാനൊരു ഭർത്താവാണ്, ഞാൻ ഈ അടുത്ത് തിരിച്ചറിഞ്ഞ കാര്യമാണ് എന്ത്, പിന്നെ ഈ ഭാര്യമാരിപ്പോൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇടങ്ങാറായി ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പറയണ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ എരന്നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പറഞ്ഞണോ? നാളെ മുതൽ അവരത് പറയാൻ പാടില്ല. എങ്ങനെ പറച്ചിലുണ്ടാണ് നിങ്ങൾ? ഓരോ വീട്ടിലെ കാര്യങ്ങൾക്കോ മക്കളുടെ കാര്യങ്ങൾക്കോ വല്ലതും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മളങ്ങോട്ട് അവരങ്ങോട്ട് ചീത്ത പറഞ്ഞാളും. ഇവിടെ രാവിലെ എന്നും ബസ് വന്നിട്ട് കുട്ടികളെ കയറിപ്പോണ്ട്, ബസ്സിന് പൈസ കൊടുക്കണ്ടേ? അതിന് ഓളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്കൂളിൽ ഫീസ് അടക്കണ്ടേ? ഓളെ ശകാരിച്ചിട്ട് കാര്യമുണ്ടോ? വെള്ളിയാഴ്ച ഞമ്മക്ക് തന്നെ ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഇറച്ചി വേണ്ടേ? അത് വാങ്ങണമെന്ന് പറയണത് കുറ്റമാണോ? തിന്നണാക്ക് കുറ്റം, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി സാധനം വേണമെന്ന് പറയുന്നത് കുറ്റാണോ? അപ്പൊ ഭർത്താക്കന്മാരോട് പറയാണ്, വീടിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക എന്ന് പറയുന്നത് ഓൽക്ക് ചെയ്യുന്ന സേവനമല്ല. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്വമാണത്.